മുടിയുടെ മുകളിലോട്ടൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഉള്ളുണ്ടാവും. പക്ഷേ താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്തത്, മുടിയാണെന്നുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ കോഴി വാല് പോലെ ഇങ്ങനെ ഇരിക്കുക, നീണ്ടിരിക്കുക. ആ ഒരു അവസ്ഥ എനിക്കും മുമ്പ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കസിൻ സിസ്റ്ററുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രശ്നം മുടിക്ക് അത്യാവശ്യം മുകൾ വശം ഞെരുക്കുണ്ട്, താഴോട്ട് വരുമ്പോൾ ഒട്ടും കട്ടിയില്ലാതെ മുടിക്ക് ഉള്ളില്ലാതെ ഭംഗിയില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? മുടിയുടെ മുകൾ വശം മുതൽ മുടിയുടെ അറ്റം വരെ താഴെ വരെ ഒരേ കട്ടി എങ്ങനെ ഞെരുക്കത്തോട് കൂടിയിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണത്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. ഇതുവരെ ഇങ്ങനെയൊരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു വൈദ്യരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണത് കേട്ടോ. ഒരു വൈദ്യർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഒറ്റമൂലിയും കൂടിയാണ്. തീർച്ചയായിട്ടും മുടിക്ക് ഉള്ളു കൂട്ടിയെടുക്കണം എന്നുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് വേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ വെറ്റിലയാണ് കേട്ടോ. വെറ്റില ഹെയർ കെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വൈദ്യരുടെ സഹായത്തോട് കൂടിയിട്ട് ആൾ പറഞ്ഞു തന്ന അറിവാണ്. മുടിക്ക് ഉള്ളു കൂടാനും മുടി വളരാനും വെറ്റില വളരെ നല്ലതാണെന്നുള്ളത്. നമുക്കാണെന്നുണ്ടെങ്കിൽ വെറ്റില ധാരാളം ഉണ്ട്. ഒരു വെറ്റിലയുടെ ഒരു തൈ തന്നെ ഒരു ഫുള്ളായിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. ജസ്റ്റ് ഒരു വള്ളി കൊണ്ടുവച്ചതാണ് കേട്ടോ. അത് മൊത്തത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെറ്റില നമുക്ക് ഇന്നത്തെ ഹെയർ കെയറിന് ഞാൻ 2 എണ്ണമേ എടുക്കുന്നുള്ളൂ. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് എനിക്ക് 2 എണ്ണത്തിൽ നിർത്താൻ തോന്നാതെ ഞാനൊരു 4 എണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെറ്റില എടുത്താൽ മതി. ഇത് നല്ല നാടൻ വെറ്റിലയാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തിരിക്കണത്. നിങ്ങൾക്ക് ഇതേപോലെ നാടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് എടുക്കാം. പക്ഷെ എല്ലാവർക്കും കിട്ടില്ലല്ലോ, അങ്ങനെയുള്ളവർ കടയിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, മുടിയുടെ ഉള്ളു കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കഷണ്ടിയായ സ്ഥാനത്ത്, നെറ്റുകാറിയ ഭാഗത്ത്, പാച്ചസ് ആയ ഭാഗത്തൊക്കെ പുതിയ ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും കൊഴിഞ്ഞു പോയ മുടികൾ വീണ്ടും തഴച്ച് വളരാനും, അതായത് പുതിയതായിട്ട് വീണ്ടും റീഗ്രോത്ത് ആവാനും ഒക്കെ സഹായിക്കുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുള്ളി തന്നെയാണ്. അപ്പം ഞാനിവിടെ ഒരു 10-15ഓളം കുഞ്ഞുള്ളി എടുത്ത് ഇതേപോലെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒരു കുഞ്ഞു കല്ലിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ, അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിൽ അരയില്ല. കുഞ്ഞു മിക്സിയുടെ ജാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടും. എനിക്കിപ്പോൾ അതില്ലാത്തത് കൊണ്ട്, എനിക്ക് ഈ കല്ലുള്ളത് കൊണ്ടും ഞാൻ നല്ലപോലെ ഇത് കുത്തി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഇന്ന് ഞാൻ കാണിക്കുന്നുള്ളൂ. ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ നേരത്തെ കുത്തിച്ചതച്ച് മാറ്റി വെച്ചാൽ നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെറ്റിലയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, 2 വെറ്റിലയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചുരുട്ടി കൂട്ടി കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് പിച്ചി ചീന്തി ഇട്ടാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ കത്തിരി വെച്ച് നല്ലപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ വെള്ളം ചൂടാവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു എണ്ണയുണ്ടല്ലോ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് ഇത് നല്ലപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ചൂടാക്കി എടുക്കാം. നമ്മുടെ വെള്ളം തിളയ്ക്കും തോറും അതിൽ കിടന്ന് നമ്മുടെ എണ്ണയും ചൂടായി വരും കേട്ടോ. നമ്മുടെ എണ്ണയുടെ കളർ ചേഞ്ച് കുറച്ചായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയും നിറം മാറുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ എണ്ണയിലോട്ട് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണ ചൂടാക്കി എടുക്കണേനും നമ്മൾ ഈ ഒരു രീതിയിൽ എണ്ണ ചൂടാക്കി എടുക്കുന്നതിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ എണ്ണ റെഡിയായി കഴിഞ്ഞു. കളർ വ്യത്യാസം വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഈ ഒരു എണ്ണ മാറ്റി വെക്കാം കേട്ടോ. അവസാനം നമ്മുടെ എണ്ണ കാണാൻ ഇങ്ങനെയായിരിക്കും. വലിയ കളർ ചേഞ്ച് ഒന്നും നമ്മുടെ എണ്ണയ്ക്ക് ഉണ്ടാവില്ല. ചെറിയൊരു യെല്ലോയിഷ് കളറായിരിക്കും നമ്മുടെ എണ്ണ ഉണ്ടാവുക. ഈ ഒരു എണ്ണയാണ്, ഈ ഒരു ഒറ്റമൂലിയാണ് നമ്മുടെ മുടി വളരാനും മുടിയുടെ
അറ്റം നല്ല പോലെ തിക്നെസ് ഉണ്ടാവാനും മുടി ഒരേ ലെവലിൽ തിക്കായിട്ട് വളരാനും ഒക്കെ നമ്മളെ സഹായിക്കണത് കേട്ടോ. ഞാനിത് ആദ്യം വിശ്വസിച്ചിരുന്നില്ല, പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ലൊരു ചേഞ്ചസ് മുടിയിൽ വന്നതുപോലെ തോന്നി. അങ്ങനെയാണ് അമ്മയും എൻ്റെ കസിൻ സിസ്റ്ററും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഫാനായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു എണ്ണ കേട്ടോ. അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധാ നമ്മൾ ഹെയർ ഓയിൽ ഉപയോഗിക്കണ കണക്കിന് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഏതെണ്ണയാണെങ്കിലും ഞാൻ ആദ്യം എൻ്റെ തലയിൽ എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് എൻ്റെ നെറുക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രഷർ പോയിൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഉച്ചിയുടെ ഭാഗം. ആ ഒരു ഉച്ചിയുടെ ഭാഗത്ത് ഞാൻ എപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ എണ്ണ വയ്ക്കാറുള്ളത്. നിങ്ങൾക്ക് കറക്റ്റ് ആ പ്രഷർ പോയിൻ്റ് എങ്ങനെ അറിയണമെന്ന് വെച്ചാൽ നമ്മൾ 4 വിരലുകൾ വെച്ചിട്ട് ഒരു പ്രാവശ്യം വയ്ക്കുക, രണ്ടാമത്തെ പ്രാവശ്യം വയ്ക്കുക, മൂന്നാമത്തെ ഭാഗത്ത് വെക്കുന്നതാണ് നമ്മുടെ പ്രഷർ പോയിൻ്റ്. അതാണ് നമ്മുടെ ഉച്ചി കേട്ടോ. ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് എണ്ണ വെച്ച് നല്ല പോലെ അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ചെറിയൊരു പ്രഷർ കൊടുത്ത് മസാജ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ ഉച്ചിയുടെ ഭാഗം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു എണ്ണ നിങ്ങളുടെ തലയിലും നിങ്ങളുടെ മുടിയിലെ തുമ്പത്തും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ മുടിവേര് മുതൽ മുടിയുടെ അറ്റം വരയ്ക്കും നിങ്ങൾ എങ്ങനെയാണോ എണ്ണ ഇടുന്നത് ആ ഒരു രീതിയിൽ എണ്ണയിട്ട് മുടി കെട്ടി വയ്ക്കുക. 1 മണിക്കൂർ നേരമെങ്കിലും ഈ ഒരു എണ്ണ നമ്മുടെ മുടിയിൽ വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം നിങ്ങളൊരു ഷാമ്പു വെച്ച് മുടി കഴുകിയെടുക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 3 വട്ടം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 1 ദിവസം അങ്ങനെയോ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒറ്റ ആഴ്ച നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളുടെ മുടിയിൽ കാണാൻ കഴിയും. ഭയങ്കര സ്ട്രോങ് ആണ്. മുടിക്കുള്ളില്ലാത്തവർ, മുടിക്ക് എന്താ പറയുക, മുടിയുടെ അടിഭാഗം കട്ടിയില്ലാത്തവർ, മുടി വളരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഒറ്റമൂലി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കും നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് അറിയിക്കണം. ഇത് നമ്മുടെ ഗേൾസും ബോയ്സും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ ഇന്ന് യൂസ് ചെയ്ത് നാളെ റിസൾട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമാവുന്നൊരു കാര്യമല്ല. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും നിങ്ങൾ സമയം കൊടുത്ത് ഇതൊന്ന് ക്ഷമയോടുകൂടി ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് ഒക്കെ ചെയ്യുമ്പോൾ അടിപൊളി റിസൾട്ട് നിങ്ങളുടെ മുടിയിലുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ കാണിച്ച ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചോളൂ. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.